വെൽക്കം ടു മല്ലു ക്യൂളർ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാർസലോണിൻ്റെ ചില ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം കുറേ റിപ്പോർട്ട്സ് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിങ് ബാക്ക് റോളിലേക്ക് മാർക്കോ പെലസ്ട്ര എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ പയ്യനെ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ പ്ലെയർ അറ്റ്ലാന്റൻ്റെ പ്ലെയറാണ്. കെഗിലാറി എന്ന് പറയുന്ന ടീമിൽ ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ പ്ലെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് ബാക്ക് ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും വൈഡ് മിഡ്ഫീൽഡറായിട്ടും കുറച്ച് വ്യത്യസ്തനായിട്ടുള്ള കുറച്ച് വേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്ലെയറാണ്. മൾട്ടിപ്പിൾ പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. 21 വയസ്സ് മാത്രമാണ് പ്രായം, വളരെ യങ്ങാണ്. ഓക്കെ, ആൾക്കിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സീസണൊക്കെ ഇങ്ങനെ ഉണ്ടായി വരികയാണ്. ഇറ്റലിയിൽ നല്ല രീതിക്ക് റേറ്റ് ചെയ്യപ്പെടുന്ന പ്ലെയറാണ്. നമ്മളല്ലാതെ ആഴ്സണലാണെങ്കിലും ലിവർപൂൾ ആണെങ്കിലൊക്കെ തന്നെ നോട്ടമിട്ടുള്ളൊരു പ്ലെയറാണ് ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ പ്ലെയറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളത് പ്രോഗ്രസീവ് ക്യാരീസ് ആൻഡ് ഡെലിവറീസിൻ്റെ കാര്യമാണ്. ഓക്കെ, നല്ല സൂപ്പറായിട്ട് ബോൾ ക്യാരി ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഏത് ഫ്ലാങ്കിൽ കളിക്കുമ്പോൾ ആണെങ്കിലും, ലെഫ്റ്റിൽ കളിക്കുമ്പോൾ ആണെങ്കിലും റൈറ്റിൽ കളിക്കുമ്പോൾ ആണെങ്കിലും സൂപ്പറായിട്ട് ബോൾ ക്യാരി ചെയ്തിട്ട് ഡ്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് കയറുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ആൻഡ് ബോക്സിലേക്ക് എത്തുന്നു എന്നുള്ളതല്ല, അവിടെ നിന്ന് നല്ല സൂപ്പർ ക്രോസസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതാണ് പെലസ്ട്രീനെ ഇത്രയും വ്യത്യസ്തനാക്കി നിർത്തുന്നത്. 21 വയസ്സ് പ്രായമുള്ളൂ, പക്ഷേ നല്ല കിഡിലൻ ആക്യുറേറ്റ് ബോൾസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ട് ആൾ ഈ സീസണിൽ സിരിയയിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആളുടെ ഡിഫൻസീവ് ക്വാളിറ്റീസിന് നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ മോഡേൺ ഫുട്ബോളിൽ പല വിങ് ബാക്സിൻ്റെ കാര്യം നോക്കുന്ന പോലെ തന്നെ കുറച്ച് ആവറേജ് ആണ്, ഒരു ടോപ്പ് ഡിഫൻഡർ അല്ല. ആളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും അത്ര സൂപ്പറല്ല. അപ്പം അതൊക്കെ ആൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഒരു അറ്റാക്കിംഗ് ടേംസിലേക്ക് നോക്കുന്ന സമയത്ത്, എന്താണ് ഇവിടെ ഫ്ലിക്ക് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്ന സമയത്ത് ഹീസ് പെർഫെക്റ്റ്. ഓക്കെ, എന്തായാലും ടീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വർത്താവുന്ന ഒരു അഡീഷനാണ് മാർക്കോ പെലസ്ട്ര എന്ന് പറയുന്നത്. ആൾക്ക് ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ വേണ്ടി പറ്റും, റൈറ്റ് ബാക്ക് കളിക്കാൻ വേണ്ടി പറ്റും, വേണമെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് കളിക്കാൻ വേണ്ടി പറ്റും. ആൾ ഈ ഒരു വിങ് ബാക്ക് റോളിലേക്ക് വരുന്നതിന് മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡറായിട്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ. അപ്പം മിഡ്ഫീൽഡിൽ കളിക്കാനുള്ള ക്വാളിറ്റി സ്റ്റിൽ ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. അപ്പം ഈ ഒരു സമ്മറിൽ നമ്മൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു യങ്സ്റ്ററായിട്ട് മാർക്കോ പെലസ്ട്ര മാറിയിട്ടുണ്ട്. ആഴ്സണലും ലിവർപൂളൊക്കെ പിന്നാലെയുണ്ട്. അപ്പം തന്നെ മനസ്സിലാക്കാം പ്ലെയറിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് പ്ലെയറിൻ്റെ കോൺട്രാക്റ്റ് 2026 ജൂൺ 30 തീരുക എന്നാണ്. ഞാൻ സെർച്ച് ചെയ്തപ്പം അതാണ് കണ്ടത്. അപ്പം ഫ്രീ ഏജൻ്റ് ആയിരിക്കും. എന്നാൽ ചിലർ പറയുന്നുണ്ട് 30 മില്യൺ 40 മില്യൺ കിട്ടുന്നു. അപ്പം കോൺട്രാക്റ്റ് 2026 കൂടുതലുണ്ട്, എനിക്കറിയില്ല. ഞാൻ സെർച്ച് ചെയ്തപ്പം 26 വരെ കോൺട്രാക്റ്റ് ഉള്ളൂ എന്നാണ് കണ്ടത്. എന്നാൽ പിന്നെ കുറേ ആൾക്കാർ ട്രാൻസ്ഫർ ഫീൻ്റെ കാര്യം പറയുന്നുണ്ട്. ശരിക്കും ഫ്രീ ഏജൻ്റ് ആണെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ഫീനെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇല്ല. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പം അതാണ് മാർക്കോ പെലസ്ട്രയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ നേരെ ആൻസു ഫാറ്റിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആൻസു ഫാറ്റി മൊണോക്കോയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലോണിൽ. അപ്പം മൊണോക്കോക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആൾ പുറത്തെടുത്തു. പക്ഷേ അവിടെയും ഒരുപാട് ഇഞ്ചുറീസ് ആളെ അലട്ടി. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊണോക്കോ ആളുടെ പെർഫോമൻസിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. മൊണോക്കോക്ക് ആ 11 മില്യൻ്റെ ബൈ ഓപ്ഷൻ ട്രിഗർ ചെയ്തുകൊണ്ട് ആളെ ടീമിൽ പെർമനൻ്റ് ആയിട്ട് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചങ്ങായിൻ്റെ ആ ഒരു സാലറിയാണ്. അറിയാലോ, ബാസയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു പ്ലേയേഴ്സിൽ ഒരാളാണ് ആൻസു ഫാറ്റി എന്ന് പറയുന്നത്. അറിയാലോ, നമ്മൾ കുറേ മുമ്പ് ഒരു വലിയ ഹൈക്ക് കൊടുത്താണ് ആൾക്ക്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മൊണോക്കോനെ പോലത്തെ ഒരു ടീമിന് ഇത്ര വലിയ സാലറി ഒന്നും അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം സാലറി കാര്യമായിട്ട് കുറച്ചാൽ മാത്രമേ ഈ ഒരു പ്ലെയറെ സൈൻ ചെയ്യാൻ മൊണോക്കോക്ക് താല്പര്യമുള്ളൂ. അപ്പം അതെന്താവും എന്നുള്ളത് നമ്മളെന്തായാലും കണ്ടു തന്നെ അറിയണം. അപ്പം അത് വൺ ടു വാച്ച് ഫോർ ദ സമ്മറാണ്. എന്തായാലും ബാഴ്സക്ക് ആൻസു ഫാറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ആ ഒരു ഹ്യൂജ് സാലറി ബാഴ്സക്കും നിലവിലെ പ്രശ്നമാണ്. ഓക്കെ, പിന്നെ ബാഴ്സ ഓൾമോസ്റ്റ് എഴുതി തള്ളിയൊരു പ്ലെയറായിട്ട് മാറിയിട്ടുണ്ട്. 28 മില്യൻ്റെ ബൈബാക്ക് ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ബാഴ്സൻ്റെ നിലവിലുള്ള ഒരു ഫൈനൽ തേർഡൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ളൊരു സ്കോപ്പ് നമ്മൾ ആൻസു ഫാറ്റിനെ കാണുന്നില്ല. അല്ലെങ്കിൽ ഫ്ലിക്ക് ആൻസു ഫാറ്റിനെ ഒരിക്കലും കൗണ്ട് ചെയ്യുന്നില്ല. അപ്പം എന്തായാലും ബാഴ്സക്ക് പ്ലെയറെ വേണ്ട. അപ്പം മൊണോക്കോയിൽ ആളിങ്ങനെ ആളുടെ സ്റ്റോറി എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇനി വേറെ ക്ലബിലേക്ക് പോവും, മൊണോക്കോ എങ്ങനെ ആളെ കൺവിൻസ് ചെയ്യുന്നുള്ളത് നമ്മൾ എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഇതേപോലത്തെ ഒരു കേസ് വരുന്നത് ക്രിസ്ത്യൻസനിലാണ്. ക്രിസ്ത്യൻസൻ്റെ കാര്യം വരുന്ന സമയത്ത് ക്രിസ്ത്യൻസൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ബാഴ്സലോണക്ക് താല്പര്യമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ
ക്രിസ്ത്യൻസന്റെ മുന്നിൽ ഒരു ഓഫറും വെച്ചു, പക്ഷെ ക്രിസ്ത്യൻസിന് ഹൈ സാലറി വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ക്രിസ്ത്യൻസിന്റെ മുമ്പിൽ ഒരു ഓഫർ വെച്ചു, ക്രിസ്ത്യൻസിനെ റിജക്ട് ചെയ്തു. എന്നൊരു ഏജന്റിനോട് പറഞ്ഞിട്ടുള്ളത് ഫോർ എ ബെറ്റർ ഡീൽ ശ്രമിക്കാനാണ്. ഓക്കെ, അപ്പം അതെന്താവും എന്നുള്ളത് കണ്ടറിയണം. ആൾക്ക് മേ ബി ബെറ്റർ സാലറി വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ആൾക്ക് അബ്രോഡിൽ ബെറ്റർ ഓപ്ഷൻസ് വിത്ത് ബെറ്റർ സാലറി നോക്കാം. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് നിൽക്കുന്നുണ്ട്. അപ്പം ഈ ചങ്ങായിൻ്റെ സ്റ്റോറി എന്താവുന്നുള്ളത് കണ്ടറിയണം. ആൾ ഭയങ്കര ഇഞ്ചുറി പ്രോൺ ആണ് റീസെൻ്റ്ലി. എന്തിനാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പം എന്തായാലും നോക്കാം നമുക്ക് ഈ ഒരു പ്ലെയറിൻ്റെ സ്റ്റോറി എന്താവുന്നു. പിന്നെ വരുന്നത് ലെവനെ കുറിച്ചാണ്. ഓക്കെ, ലെവൻ്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു കോൺട്രാക്ട് പ്രപ്പോസൽ ലെവൻ്റെ മുമ്പിലോട്ട് വെച്ചു. പക്ഷേ ലെവ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കൂടുതൽ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട്. സൗദിയിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലാണെങ്കിലൊക്കെ തന്നെ ഒരുപാട് ക്ലബ്സ് മറ്റേ ലെവലിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പം തുർക്കിയിൽ നിന്ന് ക്ലബ്സ് ഇൻട്രസ്റ്റഡ് ആണ്, ലിവർപൂളിൽ ചെറിയ താല്പര്യം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, സൗദിയിൽ നിന്ന് ഓഫ് കോഴ്സ് ഇൻട്രസ്റ്റഡ് ആണ്, ഇറ്റലിയിൽ നിന്ന് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് AC മിലാനും യുവെന്റസും ആണ്. അപ്പം ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ ഒരു ടൈം എടുക്കുകയാണ്. ഓക്കെ, അതാണ്. അപ്പം റീസെൻ്റ്ലി മുണ്ടോ ഡിപ്പോർട്ടീവിൽ പറഞ്ഞത് ലെവൻഡോസ്കി പറയുന്നതായിട്ട് ഇങ്ങനെയാണ്. അതായത് ക്ലബ് എൻ്റെ മുന്നിൽ ഓഫർ വെച്ചു, പക്ഷെ ഞാൻ അവരോട് ടൈം ചോദിച്ചു, ക്ലബ് എനിക്ക് ടൈം അനുവദിച്ചു വന്നു. അപ്പം കുറച്ച് ടൈം എടുത്ത് പതുക്കെയാണ് ഇതിലൊരു ഡിസിഷനിൽ എത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതേസമയം നമ്മൾ ബാഴ്സയുടെ സൈഡിൽ നിന്ന് കേൾക്കുന്നത് ബാർസക്ക് പ്ലെയർ തീർച്ചയായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ഒരു സിഗ്നിഫിക്കൻറ്റ് സാലറി റിഡക്ഷനിലൂടെ മാത്രമേ പ്ലെയറെ നിലനിർത്താൻ ബാഴ്സക്ക് താല്പര്യമുള്ളൂ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ലെവൻഡോസ്കിൻ്റെ വിഷയത്തിൽ കിട്ടുന്നൊരു സംഭവം. അപ്പം വേറൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ബാഴ്സ സമ്മറിൽ ചെയ്യേണ്ടത്. ലെവൻഡോസ്കിനെ ഒഴിവാക്കിക്കൊണ്ട് വേറൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സൊല്യൂഷൻ. കാരണം ഒരു ഹ്യൂജ് സാലറി ഒക്കെ നമുക്ക് അവിടെ നിന്ന് ഒഴിവായി കിട്ടും. പിന്നെ ലെവൻഡോസ്കിയിൽ നിന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാൻ ടൈമായി. ഓക്കെ, ഇപ്പോൾ ലെവൻഡോസ്കിനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ വേറൊരു സ്ട്രൈക്കറെ കൊണ്ടുവരുമോ അറിയില്ല. എന്തായാലും ഫെറാൻ ടീം വിട്ട് പോകുന്നുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു കഥ എങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ലെവൻഡോസ്കിൻ്റെ കാര്യം തന്നെയാണ്. നിൽക്കുമോ പോവോ നമുക്ക് നോക്കാം എന്തായാലും. അതേപോലെ തന്നെ പെലസ്ട്രൻ്റെ കാര്യം നോക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? കമൻറ്റ് സെക്ഷനിൽ പറയാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.